കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ജീവനൊടുക്കിയ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കണ്ണൂരിൽ നിന്നും മൃതദേഹം ഇന്ന് തിരുവനന്തപുരം നെടുമങ്ങാടുള്ള വീട്ടിലെത്തിക്കും. സംസ്കാര ചടങ്ങുകളും ഇന്ന് തന്നെ നടക്കും. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണത്തിൽ മറ്റ് ദുരൂഹതകളുണ്ടോ, ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. കുടുംബത്തിന്റെ ഗുരുതര പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 അധ്യാപകരെ കോളേജ് ഭരണസമിതി ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. അശ്വിൻ ഡിയോഗോ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, കുടുംബത്തിന് പരാതികളുണ്ട്, സംശയങ്ങളുണ്ട്, ദുരൂഹതകൾ അവർ ആരോപിക്കുന്നുമുണ്ട്. മുന്നോട്ടുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും? വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ BDS വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജ്, ഉഴമലക്കൽ സ്വദേശിയാണ്, കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നത്. നിരന്തരം കോളേജ് അധ്യാപകരിൽ നിന്ന് ഈ മാനസിക പീഡനം നിതിൻ രാജിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. മാത്രമല്ല, സഹോദരിമാരെ വിളിച്ച് ഇത് സംബന്ധിച്ചൊരു വെളിപ്പെടുത്തലും നിതിൻ രാജ് നടത്തിയിരുന്നു. സഹപാഠികളും ഇത് സംബന്ധിച്ച് നിതിൻ രാജിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർണ്ണവിവേചനവും ജാതി അധിക്ഷേപവുമാണ് പട്ടികജാതിക്കാരനായ നിതിൻ രാജ് കോളേജിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, സീനിയേഴ്സിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള റാഗിങ്ങും നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2 അധ്യാപകരാണ് തന്നെ മനഃപൂർവ്വമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ജാതി അധിക്ഷേപവും അതുപോലെ തന്നെ വർണ്ണവിവേചനവും നടത്തുന്നത് എന്ന് നിതിൻ രാജ് നേരത്തെ തന്നെ കുടുംബക്കാരോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു മാനസിക സമ്മർദ്ദവും മാനസിക വിഷമവും കൂടിയാണ് ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് കലാശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബം ആരോപിക്കുന്നത് മറ്റ് ദുരൂഹതകൾ ഈ മരണത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അതിനുശേഷം മാത്രമാണ് ഈ മരണത്തിൽ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഒരു ദുരൂഹത എന്താണ് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും കണ്ണൂർ മെഡിക്കൽ കോളേജിലുള്ള ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഉഴമലക്കലിലേക്ക് കൊണ്ടുവരിക. ആര്യനാട് വെച്ചാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലിപ്പോൾ ചക്കാലക്കൽ പോലീസ് ഈ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കോളേജ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 2 അധ്യാപകർക്കെതിരെയും വകുപ്പ് തല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വകുപ്പ് മേധാവിയായിട്ടുള്ള റാം, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത, ഈ 2 പേർക്കെതിരെയാണ് നിലവിലിപ്പോൾ അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ നേരത്തെ നിതിൻ രാജിന്റെ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ വിദ്യാർത്ഥികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും അടക്കം ഈ ഭരണസമിതി മൊഴിയെടുത്തിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ 2 അധ്യാപകരിൽ നിന്നും ഈ വിദ്യാർത്ഥിക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് ഭരണസമിതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ 2 പേർക്കെതിരെ നടപടി സ്വീകരിച്ച് മാറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷേ പോലീസിന് ലഭിച്ച പരാതിയിൽ ഇപ്പോഴും ഈ മറ്റ് വിദ്യാർത്ഥികളുടെ മൊഴിയടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അധ്യാപകർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയായിരിക്കും നിധിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരിക. ആര്യനാട് വീട്ടിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. ശരി, അന്വേഷണം തുടരുന്നുണ്ട്. സത്യം പുറത്തുവരട്ടെ. അശ്വിൻ ഡിയോഗയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.